ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെജ് കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 3 ഉരുളക്കിഴങ്ങ്, മീഡിയം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ്, 4 അല്ലി വെളുത്തുള്ളി, ഇവ രണ്ടും തോൽഭാഗം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ്, ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇടുക. അതിൽ കുറച്ച് ഉപ്പും ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങും ആ വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് ഉടച്ചെടുക്കുക. നമുക്കിതുള്ള മാഷറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/2 മുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 തണ്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞത്, ചെറിയൊരു പച്ചമുളക് അരിഞ്ഞത്. അപ്പം നമ്മളിത് ഇത്രയും കൂടെ ഒരു ബൗളിലോട്ടിട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാനാണ്. നമുക്കൊരു അത്യാവശ്യം ഒരു കട്ടി പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഓവറായിട്ട് ലൂസുമായി പോവല്, ഓവറായിട്ട് കട്ടിയായി പോവല്. അപ്പം നമ്മൾ ഇത്രയും അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറിയും ആ ഉരുളക്കിഴങ്ങും ചേർത്തതിന് ശേഷം നമ്മുടെ മാവിൻ്റെ അളവൊന്ന് കട്ടിയായിട്ട് നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ ആ ഒരു അത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ഒരു ഇതാണ്. ഓവറായിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ലെന്നാണ് ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. അപ്പം ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ മൈദ മാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മൈദ ഇടുമ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ മൈദ ഇട്ടപ്പോൾ ഏകദേശം കുറച്ച് കട്ടിയായിട്ടുള്ളൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ സ്പൂണിൻ്റെ അകത്ത് 1 സ്പൂൺ മുളക് പൊടി സ്കിപ്പ് ചെയ്യാം, വേണ്ടുന്നവർക്ക് ആഡ് ചെയ്യാം. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. നമ്മൾ കിഴങ്ങിൽ വേവിക്കാൻ നേരം ആദ്യം ഉപ്പിട്ടതാണ്. പിന്നെ ഇപ്പം ബാലൻസ് ആ മാവിലേക്ക് കൂടി വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ടതാണ്. ആവശ്യാനുസരണം മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു ബോൾ പോലാക്കി ഒന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് ഇതേ ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ വലുതായിട്ട് ഷേപ്പൊന്നും നോക്കി എടുത്തിട്ടില്ല. ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ കൈവച്ച് തന്നെയാണ് തയ്യാറാക്കിയേക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് വളരെ കുറച്ച് പാല്, അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൻ്റെ അകത്ത് മുക്കി ഓരോന്നും ഇങ്ങനെ എടുക്കുക. പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് അതിൻ്റെ അകത്ത് മുക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പാലാണ്, വെജ് കട്ട്ലേറ്റ് ആയതുകൊണ്ടും ഫുള്ളി വെജായി നോൺ വെജ് യൂസ് ചെയ്യേണ്ട, മുട്ട യൂസ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം പാലോ മുട്ടയോ ചേർക്കാം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കട്ട്ലേറ്റിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതും പാലിലും അതുപോലെ ഈ ബ്രെഡിൻ്റെ പൊടിയിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിപ്പം 5 എണ്ണമാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഓരോന്നും മിക്സ് ചെയ്തെടുത്ത് അതിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ ഓരോ കട്ട്ലേറ്റിൻ്റെ ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇടുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ഫ്ലെയിം വേണം, ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. എണ്ണ നല്ലതായിട്ട് തിളച്ചിരിക്കുകയും വേണം. നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ടു 5 മിനിറ്റിനകത്ത് നമ്മൾ ഈ ഒരു തീയിൽ തന്നെ ഇട്ടേക്കുക. അതിനുശേഷം ഇടയ്ക്കൊന്ന് കുറച്ചും അതുപോലെ പിന്നെ ഒത്തിരി കുറയുമ്പോൾ ഒന്ന് കൂട്ടിയും കുറച്ചും ഇട്ട് വെക്കുക. ഒരേ ഫ്ലെയിമിൽ തന്നെ കുറച്ചും ഇടാൻ പാടില്ല, ഒത്തിരി കൂട്ടി ഇടാൻ പാടില്ല തീ. അപ്പം കൂട്ടിയും കുറച്ചും നമുക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ആ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇത് ഒരു സൈഡൊക്കെ ഒന്ന് ഏകദേശം ഒരു സൈഡൊക്കെ ഒന്ന് സെറ്റായി വരും. നമ്മളതിന് ശേഷം നെക്സ്റ്റ് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ കട്ട്ലേറ്റും മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഒന്ന് പാകമാവുന്നതിനനുസരിച്ച് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡ് തന്നെ അങ്ങനെ ഇട്ടേക്കരുത്. അതുപോലെ ഇടുന്ന സമയത്ത് ഇതൊന്നും പൊട്ടിപ്പോവാതെ, നമ്മൾ ഓവറായിട്ട് ഷേപ്പൊന്നും നോക്കിയിട്ടില്ല എങ്കിലും ഇത് പൊട്ടിപ്പോവാതെ നോക്കുക. നമുക്ക് ഏകദേശം ഒരു കട്ട്ലേറ്റിൻ്റെ കളറ് ഒരു ബ്രൗൺ കളറാണ്, കട്ട്ലേറ്റിന് വേണ്ട. ഓവറായിട്ട് ബ്രൗൺ ആയി പോകണ്ട, എന്നാൽ ഏകദേശം ഒരു ബ്രൗൺ കളറും. ഇപ്പോൾ ഇതൊരു നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ
കളർ അത്രയും അടുത്തറിയാൻ പറ്റാതെ. കട്ട്ലേറ്റ് ഏകദേശം പരുവായി കഴിയുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം കട്ട്ലേറ്റിൽ അധികം എണ്ണ നിൽക്കാതിരിക്കാൻ സഹായിക്കും. നമ്മുടെ സ്വാദിഷ്ടമായ കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്